നാസർ കോളായി, നിങ്ങളുടെ പോലീസിന്റെ അതിക്രമം അതാണോ ഇന്ന് സഭയിൽ പ്രതിഫലിച്ചത്? നാസർ കോളായി? ഞാൻ പ്രിയ സുഹൃത്ത് റെജിയുടെ വിചാരണ കേൾക്കുകയായിരുന്നു. പോലീസിന്റെ ക്രൂരത ഇന്ന് പിണറായിക്ക് നിയമസഭയിൽ പറയേണ്ടി വന്നു എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതിന്റെ അർത്ഥം തന്നെ വളരെ വ്യക്തമാണ്. പോലീസുകാർ ക്രൂരത നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒളിച്ചു വെക്കുന്ന, മറച്ചു വെക്കുന്ന മുഖ്യമന്ത്രിയല്ല, കൃത്യമായി അത് പറയുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ UDF കാലത്തെ ക്രൂരതയാ പറഞ്ഞത്. അതെ അതെ, ഞാൻ പറയുന്നത് റെജി എം ജോൺ ഇത് അവതരിപ്പിച്ചപ്പോ അദ്ദേഹം ഉദാഹരിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഉദാഹരിക്കാനുള്ള കാരണം? കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് കൂത്തുപറമ്പിന്റെ MLA ആയിരുന്നു അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയത്. അന്ന് CPM എന്ന് പറയുന്ന പാർട്ടിയെ നിരോധിച്ചിട്ടില്ല. നിരോധിക്കാത്ത ഒരു പാർട്ടിയുടെ MLA പിടിച്ചുകൊണ്ടുപോയി തലശ്ശേരി ലോക്കപ്പിലിട്ട് മാറി മാറി മർദ്ദിച്ചപ്പോഴും ഓരോ അടിയേറ്റ് അദ്ദേഹം വീഴുമ്പോഴും ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച് ചാടി എണീറ്റാണ്. അതൊക്കെ ചരിത്രം, ഞാൻ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. അവസാനം അദ്ദേഹത്തിന് രക്തത്തിൽ കുളിച്ച് ബോധരഹിതനായി വീഴേണ്ടി വന്നു. എന്നിട്ട് ആ രക്തത്തിൽ കുളിച്ച ഷർട്ടുമായിട്ടാണ് കേരള നിയമസഭയിൽ അദ്ദേഹം പോയി. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരന്റെ മുഖത്ത് നോക്കിയിട്ട് അന്ന് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മിസ്റ്റർ കരുണാകരൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ നട്ടെല്ല് അടിച്ചു തകർക്കാം, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ നട്ടെല്ല് വളക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ, നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ് സഖാവ് പിണറായി. മാത്രമല്ല, സഖാവ് പിണറായിയുടെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ വ്യവസായ മന്ത്രി രാജീവ്, റെജിക്ക് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ, കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഇവിടെ വന്നിട്ടുള്ള റെജി ഓർക്കണം. അദ്ദേഹത്തെ എറണാകുളത്തെ ഒരു വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ ക്രൂരമായി ലാത്തി ചാർജ് ചെയ്ത് വിവസ്ത്രനാക്കി എറണാകുളത്തിന്റെ തെരുവീതിയിലൂടെ വലിച്ചേച്ചു കൊണ്ടുപോകുന്ന ചിത്രം ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം കുറ്റകൃത്യം നടത്തിയിട്ടില്ല. നിങ്ങളുടെ ഈ പിന്നെ അങ്ങനെ ഞാൻ പറയുന്നു, കണ്ടിട്ടുണ്ട്. കാണണം ആ ചിത്രം. മാത്രമല്ല, ഇത് LDF-ന്റെ കൺവീനർ TP രാമകൃഷ്ണൻ സഭയിലിരിക്കുന്നുണ്ട്. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന് പറഞ്ഞ് TP രാമകൃഷ്ണനെ കായണ്ണ ലോക്കപ്പിലിട്ട് ഇരുമ്പുലക്ക കൊണ്ട് ഉരുട്ടി. ഇങ്ങനെ നിരവധി മർദ്ദനങ്ങൾ ഏറ്റ നിരവധി പേര് ഇന്ന് ഭരണപക്ഷത്തിൽ മന്ത്രിമാരായും MLA-മാരായും ഇരിക്കുകയാണ്. അവർക്ക് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ സുജിത് ദാസ് ഉണ്ടല്ലോ, ഈ കുന്നംകുളം സ്റ്റേഷനിൽ 11 കേസിലെ പ്രതിയാണ് അയാൾ. ഉത്സവം കലക്കി, അത് പ്രതിപക്ഷ നേതാവ് മറച്ചു വെച്ചു. 11 കേസിലെ പ്രതിയാണ് എന്ന് മാത്രമല്ല, അതിൽ ഒരു കേസ് ഏതാണ്? 2018-19 കാലത്ത് അദ്ദേഹം 26/3/2019 ക്രൈം നമ്പർ 39 ഈ പോലീസ് സ്റ്റേഷനിലെ കേസ് എന്താണ്? മാരകായുധം ഉപയോഗിച്ച് വടിവാളും പൈപ്പും ഉപയോഗിച്ച് ആളുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസാണ്, ചില്ലറക്കാരനല്ല. അതുപോലെ തന്നെ അരീക്കുളങ്ങര ക്ഷേത്രത്തിലെ അമ്പല ഉത്സവം കലക്കുന്നതിന് മാരകായുധം ഉപയോഗിച്ചിട്ട് അവിടെ ആളുകളെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ്. പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പാതിരാത്രിയിൽ ഈ കോൺഗ്രസുകാർ കൊണ്ടുപോയിച്ച് ഇടിച്ച് ബോധരഹിതനാക്കി രക്തത്തിൽ കുളിച്ചത്. സുജിത് ദാസിനെ മർദ്ദിച്ച പോലീസുകാരോട് ഒരനുഭവം നമുക്കില്ല. മുഖ്യമന്ത്രി പിണറായി കൃത്യമായി പറഞ്ഞു, അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടവരെ അവരെ ഇൻക്രിമെന്റ് തടഞ്ഞു വെച്ചിട്ടുണ്ട്. ലക്ഷ്മണ എന്ന് പറയുന്ന ക്രൂരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു കരുണാകരൻ ഭരിച്ചിരുന്ന കാലത്ത്. പുലിക്കോടനും ലക്ഷ്മണയൊക്കെ കോടതി ശിക്ഷിച്ചു. കോടതിക്കകത്ത് ജയിലിൽ കിടക്കുന്ന ലക്ഷ്മണക്ക് ശമ്പളം കൊടുത്ത ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. അപ്പോ ഈ ഹുസൈൻ എന്ന് അസൈൻ എന്നാണെന്ന് തോന്നുന്നു, അസൈനാണ് SI അല്ലെ, സുജിദാസിനെ മർദ്ദിച്ചു എന്ന് പറയുന്നത്. അവിടെ ആ നാട്ടിലുള്ള ആളുകൾ ഇവർ പരസ്യമായി മദ്യപിക്കുന്നു, ശല്യമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് പോലീസിൽ പരാതിപ്പെട്ടതിനനുസരിച്ച് ചെന്നപ്പോ മദ്യപിച്ച ആളുകളെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുമ്പോ ഇയാൾ വന്ന് ഫലമായി പിടിച്ചിറക്കാൻ ശ്രമിച്ചപ്പോ സ്വാഭാവികമായി പോലീസ് പ്രതിരോധിക്കും. ആ പ്രതിരോധിച്ച സമയത്ത് SI അസൈനാരെ ആക്രമിച്ചിട്ടുണ്ട്, അയാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അയാളുടെ കയ്യിലെ വാച്ച് കെട്ടുന്നിട്ടുണ്ട്. ഇതൊന്നും കുന്നംകുളം പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് നമ്മൾ കണ്ട ആ സംവിധാന പ്രകാരം മർദ്ദിക്കാനുള്ള ഒരു കാരണവുമല്ല. ആ മർദ്ദിച്ച തെമ്മാടിത്താണ്. ഈ പോലീസ് സ്റ്റേഷനുകൾക്കകത്ത് വീഡിയോ ഓഡിയോ റെക്കോർഡിംഗ് സംവിധാനം ഉണ്ടായതെന്നാണ് 2020 ശേഷമാണ്. എന്താ കാരണം? ലോക്കപ്പുകളിൽ EMS-ന്റെ കാലത്ത് മുതൽ ലോക്കപ്പ് മർദ്ദനങ്ങൾ ഒഴിവാക്കാൻ ഞാൻ ചോദിക്കട്ടെ, ഭരണപക്ഷത്തിരുന്ന് പിണറായിയെ വെല്ലുവിളിച്ച ആരുണ്ട് പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം അനുഭവിച്ചവർ? മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവനാ TP രാമകൃഷ്ണൻ. ഇരുമ്പിലൊക്കെ കൊണ്ട് ഉരുട്ടിയിട്ട് P രാജീവിനുണ്ട് അനുഭവം. പിണറായി രക്തത്തിൽ ബോധം കെട്ട് വീണതാ. ആർക്കുണ്ട് ഈ അനുഭവം? ഇത്
VS-ന്റെ കാലത്ത് നമുക്കറിയാം, VS-നെ പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിൽ നിന്ന് കാല് വലിച്ച് പുറത്തേക്ക് നീട്ടി ബാനറ്റ് കൊണ്ട് കുത്തി രക്തം ചീറ്റി മരിച്ചുപോയി എന്ന് കരുതി പിന്നെ സഖാവിനെ ഉപേക്ഷിക്കാൻ കൊണ്ടുപോകുമ്പോ തങ്കപ്പൻ എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ഒരു കള്ളൻ ജീവനുണ്ട്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തിയില്ല എന്നെങ്കിൽ VS എന്ന മഹാനായ കമ്മ്യൂണിസ്റ്റുകാരനെ മുഖ്യമന്ത്രിയെ കിട്ടുമായിരുന്നു. കൂത്തുപറമ്പ് പിന്നെ വെച്ച് 5 പേരെ വെടിവെച്ചു വന്നത് കരുണാകരന്റെ പോലീസാണ്. 5 പേരെ ഒരു സ്ഥലത്ത് വെച്ച് വെടിവെച്ചു വന്നത് കരുണാകരന്റെ പോലീസാണ്. ഇല്ലേ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ബിജു. പിന്നെ കോഴിക്കോട് പോളിടെക്നിക്കും എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അനധികൃത പിന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വലിയ സമരം നടന്നു. വിദ്യാർത്ഥി സമരത്തിന് നേരെ റിവോൾവർ ഊരി വെടിവെച്ച സംഭവം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തല്ലേ? രാധാകൃഷ്ണൻ എന്ന് പറയുന്ന DYSP പിന്നെ റിവോൾവർ എടുത്ത് വെടിവെച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ബിജുവിന്റെ തല പൊട്ടി, വെടിവെപ്പൊന്നല്ല, അടിച്ചിട്ട് തല പൊട്ടി ചോരയൊലിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് ബിജുവിന്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ ബിജു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അപസ്മാരം വന്നതുപോലെ വിറങ്ങലിച്ചു വീണു. 5 മിനിറ്റ് കൊണ്ട് അയാൾ എണീറ്റു. അപ്പൊ അന്നത്തെ അടിയിൽ തല പൊട്ടി ഞരമ്പ് പോയതാ. എത്ര പേരെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ലാത്തി ഉപയോഗിച്ചത് ഈ കോൺഗ്രസിന്റെ ഭരണകാലത്തല്ലേ? ജനനേന്ദ്രിയം കൈകൊണ്ട് ഇടിച്ചു തകർത്തത് ഈ കോൺഗ്രസിന്റെ ഭരണകാലത്തല്ലേ?